Unit 6 Mechanics and Conventions of Writing. So, punctuation marks are the traffic signals of language. They tell us to slow down, notice this, take a detour, and stop. അപ്പോൾ മര്യാദയ്ക്ക് പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മുടെ ഇംപെർഫെക്റ്റ് എഡ്യൂക്കേഷനാണ് കാണിക്കുന്നത്. കോമ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി വേർഡ് ഓഫ് ഫ്രേസ്. ഫോർ എക്സാമ്പിൾ, ടു ബിഗിൻ വിത്ത് കോമ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ പേർപ്പസ് ഓഫ് മൈ ട്രിപ്പ്. ടു ബിഗിൻ വിത്ത് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി വേർഡാണ്. അതിനുശേഷം നമ്മൾ കോമ ഇടുന്നുണ്ട്. അതിനുശേഷമാണ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ പേർപ്പസ് ഓഫ് മൈ ട്രിപ്പ് എന്നുള്ളത് കൊടുക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ടു ലിസ്റ്റ് നൗൺസ് ഇൻ എ സെൻറ്റൻസ്. ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ, ബെറീസ്, ഗുവ ആർ കൺസിഡർഡ് സ്യൂട്ടബിൾ ടു മാനേജ് ബ്ലഡ് ഷുഗർ. അപ്പോൾ ഇവിടെ നൗൺസ് എന്ന് പറയുന്നത് പപ്പായ, ബെറീസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ഇടുന്നുണ്ട്, കോമ ഇടുന്നുണ്ട്. അടുത്തത് ടു ലിസ്റ്റ് കോർഡിനേറ്റിംഗ് എഡ്ജക്റ്റീവ്സ്. അവിടുത്തെ കോർഡിനേറ്റിംഗ് എഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ദ ബഡ്ജറ്റ് റൂം എഗ്രിഗേറ്റേഴ്സ് സപ്ലൈ വെൽ മെയിൻറ്റെയിൻഡ് സ്പേഷ്യസ് റൂംസ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ്. ഇവിടെ ബഡ്ജറ്റ് റൂം എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു ചെയിൻ ഓഫ് എഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് കോർഡിനേറ്റിംഗ് എഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ അത് എന്തൊക്കെയാണ്, വെൽ മെയിൻറ്റെയിൻഡ്, സ്പേഷ്യസ് എന്നാണ് അവിടുത്തെ എഡ്ജക്റ്റീവ്സ്. അടുത്ത പോയിന്റ്, ടു സെപ്പറേറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ദാറ്റ് ആർ കണക്റ്റഡ് ബൈ ആൻഡ് ബട്ട് ഫോർ. An example, the doctor says his fever is gone, but he is still feeling tired. ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ ഡോക്ടർ സേസ് ഹിസ് ഫീവർ ഇസ് ഗോൺ ഒന്ന്, രണ്ടാമത്തെ ഹീ ഈസ് സ്റ്റിൽ ഫീലിംഗ് ടയർഡ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ നമ്മൾ ബട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ ഡോക്ടർ സേസ് ഹിസ് ഫീവർ ഇസ് ഗോൺ, ബട്ട് ഹീ ഈസ് സ്റ്റിൽ ഫീലിംഗ് ടയർഡ് എന്നാണ് വരുന്നത്. അടുത്ത പോയിന്റ്, ടു സെപ്പറേറ്റ് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഇൻ എ സെൻറ്റൻസ്. ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ, ഓഫ് കോഴ്സ്, ഈസ് ദ റൈസിംഗ് ടൈഡ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഇൻടോളറൻസ്. അപ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്ററപ്റ്റിംഗ് വേർഡാണ്. അപ്പോൾ അതിന് മുൻപും ശേഷവും നമ്മൾ കോമ ഇടുന്നുണ്ട്. അടുത്ത പോയിന്റ്, ടു സെറ്റ് ഓഫ് എ കോഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് എ സെൻറ്റൻസ്. ആൻ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് ചൈനീസ് പ്രോവർബ്, ഇനി നമ്മളൊരു കോട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് ചൈനീസ് പ്രോവർബിന് ശേഷം കോമ ഇട്ടിട്ട് നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഒരു കോട്ട് പറയുന്നത്. അപ്പോൾ അത്രയാണ് കോമേനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ സെമി കോളനിലേക്കാണ് പോകുന്നത്. സെമി കോളൻ, അതായത് നമ്മൾ കുത്തിട്ടിട്ട് അതിൻ്റെ അടിയിൽ കോമ ഇടുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാണ്, അതിനെ സെമി കോളൻ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ പോസ് ചെയ്യണം. ബട്ട് ദാറ്റ് pause should be longer than a comma but shorter than a period. Example, I know your father, semicolon, he has close associations with my uncle. അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസസ് ആണ് വരുന്നത്. ഐ നോ യുവർ ഫാദറും ഹി ഹാസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് മൈ അങ്കിളും. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. ആൻഡ് ഇവരെ നമ്മളൊരു കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആയിട്ടുള്ള ആൻഡ് ബട്ട് ഒന്നും വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെമി കോളൻ വെച്ച് അവരെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടു കമ്പൈൻ ടു ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് നോട്ട് ലിങ്ക്ഡ് ബൈ എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അടുത്ത പോയിന്റ്, ടു സെപ്പറേറ്റ് ഐറ്റംസ് വിച്ച് ഇൻക്ലൂഡ് എ കൺജക്ഷൻ ഓർ എ കോമ. എക്സാമ്പിൾ, ദ ടെക്നിക്കൽ അപ്പാരറ്റസസ് ദാറ്റ് ആർ സ്റ്റിൽ ഇൻ യൂസ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ഇൻക്ലൂഡ് ഓവർഹെഡ് പ്രൊജക്ടർ, LCD പ്രൊജക്ടർ നമുക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സെമിക്കോളൻ വെച്ചിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവർഹെഡ് പ്രൊജക്ടർ കോമ ചെയ്തിട്ട് അതിന് കുറച്ചൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് എ ഫേവറേറ്റ് എമംഗ് ടീച്ചേഴ്സ് ഓഫ് യെസ്റ്റർ ഇയേഴ്സ് എന്ന് വന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സെമിക്കോളൻ വെച്ചിട്ട് ഈ ഓവർഹെഡ് പ്രൊജക്ടർ എ ഫേവറേറ്റ് എമംഗ് ടീച്ചേഴ്സ് ഓഫ് യെസ്റ്റർ ഇയേഴ്സ്, സെമിക്കോളൻ സ്ലൈഡ് പ്രൊജക്ടേഴ്സ്, സെമിക്കോളൻ LCD പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, എ സെമിക്കോളൻ ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് എ പീരീഡ് ഇഫ് ദ റൈറ്റർ വിഷസ് ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് സെൻറ്റൻസസ് ഇൻ എ പാരഗ്രാഫ്. എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ടെക്സ്റ്റ്, റീഡ് മെസ്സേജസ് വെൻ യു ഡ്രൈവ്. അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ല എന്താണ് യൂസ് ചെയ്യുന്നത്, സെമി കോളൻ ആണ് യൂസ് ചെയ്യുന്നത്. സം സേസ് ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഡ്രങ്ക് ഡ്രൈവിംഗ്, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഈ ഹവർ എന്ന് പറയുന്ന വേർഡിന് മുൻപ് നമുക്ക് സെമി കോളൻ യൂസ് ചെയ്യാം. അതിന് ഹവറിന് ശേഷം നമുക്ക് കോമ യൂസ് ചെയ്യാം. ദ വേർഡ് ഹവർ കംസ് ആഫ്റ്റർ എ സെമി കോളൻ ഓർ എ പീരീഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ കോമ. ആൻ എക്സാമ്പിളാണ്, ദർ ആർ സ്റ്റേറ്റ്സ് ദാറ്റ് ഡിമാൻഡ് എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഓട്ടോണമി, സെമി കോളൻ, ഹവെവർ, this can lead to a situation where the other states make similar demands.
അപ്പോൾ അത്രയും സെമിക്കോളനെ കുറിച്ച് പറയുന്നുള്ളൂ. അടുത്തത് കോളനാണ്. കോളൻ ആർ യൂസ്ഡ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ്. എക്സാമ്പിൾ, to separate two independent clauses where the first introduces or explains the second. Example, I have just landed in Dubai, colon, the land of my dreams. അപ്പോൾ ഇവിടെ I have just landed in Dubai, അതിന് ശേഷം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് the land of my dreams എന്ന് പറഞ്ഞിട്ട്. അടുത്ത പോയിന്റ്, to start a list of items. ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോമ യൂസ് ചെയ്യാം, ആൻഡ് ഈ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കോളൻ യൂസ് ചെയ്യാം. An example, the following holy books were maintained in the essay, colon, New Testament, comma, Bhagavad Gita. Next point, to introduce a quotation that is independent from the structure of the main sentence. An example പറയുമ്പോൾ മനസ്സിലാവും, തിരുവല്ലുവാർ was arguably one of the earliest Indian writer to observe the ecological function of rains, colon, അതിനുശേഷം ഒരു കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരുവല്ലുവാർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറയുവാണ്, അതിനുശേഷം അതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു കോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്താണ് ഡബിൾ കൊട്ടേഷൻ മാർക്സ്. ഡബിൾ കൊട്ടേഷൻ മാർക്സിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് അസ് ടു ഡിഫറൻഷിയേറ്റ് അവർ ഐഡിയാസ് ഫ്രം അതർ ഐഡിയാസ്. എക്സാമ്പിൾ, ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ് എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷൻ മാർക്സിലാണ് ഇട്ടേക്കുന്നത്. അത് ആലിസ് വാക്കറിൻ്റെ ഒരു ബുക്ക് പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആലിസ് വാക്കേഴ്സ് അറ്റംപ്റ്റ് ടു ആൻസർ ഹെർ ഓൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന നമ്മുടെ ഐഡിയ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ് എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടു സെറ്റ് ഓഫ് ടൈറ്റിൽസ് ഓഫ് എസ്സേസ്, ജേർണൽസ് ആൻഡ് മാഗസിൻ ആർട്ടിക്കിൾസ്. അപ്പോൾ ടൈറ്റിൽസിനൊക്കെ കാണിക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ, ഇൻ ഹിസ് സ്റ്റോറി, കോമ, വെൻ ബിഗ് ട്രീസ് ഫോൾ. അപ്പോൾ അതൊരു ടൈറ്റിലാണ് NS മാധവൻ്റെ. അതുകൊണ്ടാണ് വെൻ ബിഗ് ട്രീസ് ഫോൾ എന്നത് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ ഇട്ടിരിക്കുന്നത്. സിംഗിൾ കൊട്ടേഷൻ മാർക്ക് അതെപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തത് വെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ടെക്നിക്കൽ ടേം. എക്സാമ്പിൾ, ദ വേർഡ് എക്കോളജി. അപ്പോൾ അവിടെ എക്കോളജി എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സിംഗിൾ കൊട്ടേഷൻ മാർക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിറൈവ്സ് ഫ്രം ദ ഗ്രീക്ക് ഓയ്ക്കോസ്, മീനിങ് ഹൗസ് ഹോൾഡ് ഓർ പ്ലേസ് ടു ലീവ്. പിന്നെ എ കോട്ട് വിത്തിൻ എ കോട്ട് വരുമ്പോൾ, എക്സാമ്പിൾ, ആനന്ദ് റിട്ടയറേറ്റഡ് ഹിസ് റിസോൾവ് ടു സ്ട്രൈവ് ടു സീക്ക് ആൻഡ് നോട്ട് ടു yield. അപ്പോൾ ഇതിൽ ഫുൾ സെൻറ്റൻസ് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ടു സ്ട്രൈക്ക് കോമ ടു സീക്ക് ആൻഡ് നോട്ട് ടു yield എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഇട്ടിട്ടുണ്ട്, സിംഗിൾ കോട്ട്സിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ കോട്ട്സിനുള്ളിൽ ഒരു സിംഗിൾ കോട്ട് വരുന്നു, അപ്പോഴും നമുക്ക് കോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് എപ്പോസ്ട്രോഫിയാണ്. മെയിൻ യൂസ് ഓഫ് എപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് കോൺട്രാക്ഷൻസും പൊസിഷൻസും കാണിക്കാനാണ്. എക്സാമ്പിൾ, മോഹനാസ് കാർ ഗോട്ട് സ്ട്രക്ക് ഇൻ എ പൊത്തോൾ എന്ന് പറയുന്നത്, ഇവിടെ മോഹനയുടെ കഴിഞ്ഞിട്ട് എപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ടാണ് എസ് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മോഹനയുടെ കാറ്. അടുത്ത എക്സാമ്പിൾ, മൈ സിസ്റ്റർ ഇൻ ലോ സ്കൂട്ടർ. മൈ സിസ്റ്റർ ഇൻ ലോ എപ്പോസ്ട്രോഫി എസ്, അവളുടെ സ്കൂട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊതുവേ നമ്മൾ അക്കാഡമിക് സ്റ്റൈലിൽ കോൺട്രാക്റ്റഡ് ഫോംസ് അലൗ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ഹേഴ്സ് അവേഴ്സിലൊന്നും നമ്മൾ എപ്പോസ്ട്രോഫി യൂസ് ചെയ്യുന്നില്ല. അടുത്തതാണ് പാരന്തസിസ് എന്ന് പറയുന്നത്. പാരന്തസിസ് എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസിൽ ആ ഒരു ഇൻഫോ ഇല്ലെങ്കിലും ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഇൻഫോനെ നമ്മൾ പാരന്തസിസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെയിം ഓഫ് ഓതർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻസിൽ നെയിം ഓഫ് ഓതർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പേജ് നമ്പറൊക്കെ നമ്മൾ പാരന്തസിസിലാണ് ഇടുന്നത്. എക്സാമ്പിൾ, APJ അബ്ദുൽ കലാം, ആളുടെ ആ ഒരു ഇയർ 1931 to 2015 വാസ് 11th പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ 1931 to 2015 എന്നുള്ളത് നമ്മൾ പാരന്തസിസിലാണ് ഇടുന്നത്. അടുത്തത് ബ്രാക്കറ്റ് ഓർ സ്ക്വയർ ബ്രാക്കറ്റ് ആർ യൂസ് ടു ഇൻസേർട്ട് എ ക്ലാരിഫിക്കേഷൻ ഓർ ട്രാൻസ്ലേഷൻ. എക്സാമ്പിൾ, ആസ് ഖുഷ്വന്ത് സിംഗ് റോട്ട് എൽസ്വർ, കോളൻ, ഡബിൾ കോട്ട്സ്, മൊറാലിറ്റി ഇസ് എ മാറ്റർ ഓഫ് മണി, പീരീഡ്, poor people cannot afford to have morals. അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് എംഫസിസ് ആഡഡ്. അപ്പോൾ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ മേക്ക് ചെയ്യാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾ, ദ ഫൈനൽ എസ്സേ ഇൻ ഓൺ ടു ദിസ് ലാസ്റ്റ്, കോമ, സിംഗിൾ കോട്ട്സ്, ആഡ് വലോറം. അപ്പോൾ ആ ഒരു ആഡ് വലോറം എന്ന് പറയുന്നതിനെ ക്ലാരിഫൈ ചെയ്യാണ്, ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അക്കോർഡിംഗ് ടു വാല്യൂ എന്നാണ് ആ ഒരു ആഡ് വലോറം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യും. അടുത്താണ് ഡാഷ്.
ഡാഷ് എന്ന് പറയുന്നത് എം ഡാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഉണ്ട്, എൻ ഡാഷും ഉണ്ട്, അതുപോലെ തന്നെ ഹൈഫണും ഉണ്ട്. എം ഡാഷ് എന്ന് പറയുന്നത് 3 times ലോങ്ങർ ദാൻ ആൻ ഹൈഫൺ ആണ്. ഇനി എം ഡാഷ് എന്ന് പറയുന്നതിന് കോളൻ, കോമ, പാരന്തസിസിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. എം ഡാഷ് ക്യാൻ ഇൻഡിക്കേറ്റ് എ ബ്രേക്ക് ഇൻ ദ ഫ്ലോ ഓഫ് ദ സെൻറ്റൻസ് ടു ഗീവ് സം അഡീഷണൽ ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, നോ സ്റ്റുഡൻറ്റ് എം ഡാഷ്, നോട്ട് ഈവൻ ദ ലീഡർ ഓഫ് ദ സ്റ്റുഡൻറ്റ് യൂണിയൻ എം ഡാഷ് വാസ് പ്രസൻറ്റ് ടു റിസീവ് ദ ചീഫ് ഗസ്റ്റ്. അതിൽ നോ സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഈവൻ ദ ലീഡർ വാസ് നോട്ട് ദർ ടു റിസീവ് ദ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എൻ ഡാഷ് ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് പേജ് നമ്പേഴ്സ്. എക്സാമ്പിൾ, ദ ഗൈഡ് ലൈൻസ് ആർ പ്രൊവൈഡഡ് ഇൻ ഓൺ പേജസ് 41 N-49. അടുത്തത് ഹൈഫൺ ആണ്. ഹൈഫനേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര്. എക്സാമ്പിൾ, കോമ്പൗണ്ട് നമ്പർ ലെസ് ദാൻ 100 ആർ യൂഷ്വലി സ്പെൽഡ് വിത്ത് എ ഹൈഫൺ. 70-5 അതാണ് 75 എന്നുള്ളത്. അടുത്തത് ഹൈഫൺസ് ആർ യൂസ്ഡ് ബിറ്റ്വീൻ പ്രിഫിക്സ് ആൻഡ് എ പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ, anti-American. വേറൊരു എക്സാമ്പിൾ, pre-2001. അടുത്ത ഒരു ഇത് എന്ന് പറയുന്നത് പീരീഡാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റോപ്പ്. പീരീഡ് ഫോൾസ് അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ്. അതും ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ്. അപ്പം എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്, ബട്ട് ആൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീരീഡ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഹി എൻക്വയർഡ് വൈ ഐ വാസ് ലേറ്റ്, പീരീഡ്. ഇനി എലിപ്സ് എന്ന് പറയുന്നത് 3 പീരീഡ്സിനെ ഒരുമിച്ച് എഴുതുന്നതാണ്. പീരീഡ്സ് ആർ യൂസ്ഡ് വിത്ത് മോസ്റ്റ് ലോവർ കേസ് ആൻഡ് മിക്സഡ് കേസ് അബ്രിവേഷൻസ്. എ ഡോട്ട്, അതായത് എ പീരീഡ് ഡോട്ട് എം, എ എം, എക്സെട്ര, വോൾ ഡോട്ട് എന്നൊക്കെ ഉള്ളത്. പീരീഡ്സ് ആർ യൂസ് ഇൻ സർട്ടൻ അപ്പർ കേസ് അബ്രിവേഷൻ, അതായത് ബി പീരീഡ്, എ പീരീഡ് എന്നൊക്കെ വരുന്നത്. ഏറ്റവും അവസാനത്തെ പങ്ക്ച്വേഷൻ മാർക്ക് ദാറ്റ് വി ആർ ഡീലിംഗ് ഈസ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസ് നമ്മൾ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ മാത്രം കൊടുക്കുന്നു, ബാക്കി എല്ലാത്തിനും ലോ കേസിലാണ് എഴുതുന്നത്. പിന്നെ മെയിൻ വേർഡ്സ് ഓഫ് എ ടൈറ്റിൽ നമ്മൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ഡെറിവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ, റോം, ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിൽ ബില്ലിൻ്റെ ബിയും ഗേറ്റ്സിൻ്റെ ജിയും നമ്മൾ അപ്പർ കേസിലാണ് എഴുതുന്നത്. ഡേയ്സ് ആൻഡ് മന്ത്സ്, മാർച്ചിൻ്റെ ക്യാപിറ്റൽ എം, തേഴ്സ്ഡേയുടെ ക്യാപിറ്റൽ ടി ആണ് കൊടുക്കുക. അടുത്തത് ഇനി നമ്മൾ സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റൈൽസ്, ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അക്കാഡമിക് സ്റ്റൈലും ഉണ്ട്, നോൺ അക്കാഡമിക് റൈറ്റിങ്സും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് റൈറ്റിങ്സിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട്. സ്റ്റൈലിസ്റ്റിക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് അക്കാഡമിക് റൈറ്റിങ്സ് ചെയ്യുമ്പോൾ. ഇനി ലിബറൽ ആർട്സും ഹ്യൂമാനിറ്റീസും MLE സ്റ്റൈലും സോഷ്യൽ സയൻസും APA സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. വേറെ സ്റ്റൈൽസ് ഉണ്ട്, ചിക്കാഗോ, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് പോലെയുള്ളത്. ഇനി നമ്മളിവിടെ 2 kinds ഓഫ് ഡോക്യുമെൻറ്റേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പാരന്തറ്റിക്കൽ ഡോക്യുമെൻറ്റേഷനും വർക്ക് സൈറ്റഡ് ഡോക്യുമെൻറ്റേഷനും. പാരന്തറ്റിക്കൽ ഡോക്യുമെൻറ്റേഷനെ നമ്മൾ ഇൻടെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നും വർക്ക് സൈറ്റഡിനെ നമ്മൾ റെഫറൻസസ് ആൻഡ് ബിബ്ലിയോഗ്രഫി എന്നും പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ മെയിനായിട്ട് ഇവരെക്കുറിച്ച് പറയാനായിട്ട് പോവാണ്. MLE സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ്. അത് ഒരു ഓർഗനൈസേഷൻ ഇൻ US ആണ്. APA സ്റ്റൈൽ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ്. ഈ സ്റ്റൈൽസൊക്കെ നമുക്ക് പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ കിട്ടും. ഇനി MLE സ്റ്റൈൽ എന്ന് പറയുന്നത് സിൻസ് 1985 ആണ് ഉള്ളത്. ലിബറൽ ആർട്സും ഹ്യൂമാനിറ്റീസും ആണ് ഈ MLE സ്റ്റൈലിൽ നമ്മൾ എഴുതുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് സോഴ്സസിനെയും നമുക്ക് ഈ MLE സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, അതായത് കൺവെൻഷണൽ ആയിക്കോട്ടെ മോഡേൺ ആയിക്കോട്ടെ എല്ലാത്തിനെയും ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ MLE സ്റ്റൈൽ വെച്ചിട്ട്. MLE സ്റ്റൈൽ ഗീവ് ഗൈഡ് ലൈൻസ് ഓൺ ഓൾ ആസ്പെക്റ്റ്, അതായത് ടെക്സ്റ്റ് ഫോമാറ്റിങ്ങിനും പ്ലേജറിസം ആൻഡ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിക്കും മാർജിൻസ്, ഹെഡിങ് ആൻഡ് ടൈറ്റിൽ, ഇലക്ട്രോണിക് സബ്മിഷൻ, ബൈൻഡിങ് ഈ പ്രിൻറ്റിംഗ് പേപ്പർ എല്ലാത്തിനെയും ഈ MLE സ്റ്റൈൽ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് APA സ്റ്റൈലാണ്. APA സ്റ്റൈൽ എന്ന് പറയുന്നത് സയൻറ്റിഫിക് റൈറ്റിങ്സ്, അതുപോലെ തന്നെ അക്കാഡമിക് അസൈൻമെൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ, പേപ്പേഴ്സ്, തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. APA സ്റ്റൈൽ എന്ന് പറയുന്നതിൽ സെക്ഷൻസ് വരുന്നത് ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട് ഇതൊക്കെയാണ്. APA ഇൻസിസ്റ്റ് ഓൺ ഡബിൾ സ്പേസിങ് ദ എൻറ്റയർ മാനുസ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് എഴുതുമ്പോൾ ടൈംസ് ന്യൂ റോമനിലും ടേബിൾസ് കൊടുക്കുമ്പോൾ ഏരിയൽ ഫോണ്ടിൽ വേണം നമ്മളവർ എഴുതാനായിട്ട്. പിന്നെ MLE സ്റ്റൈൽ ഓതർ പേജ് സൈറ്റേഷൻ ആണെങ്കിൽ APA സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് ഓതർ ഡേറ്റ് സൈറ്റേഷനാണ് ഫോളോ ചെയ്യുന്നത്.
ഇനി നമ്മൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് വി ഷുഡ് ഫോളോ. അതായത് അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ് ഒക്കെ ഫെയർ മീൻസ് വെച്ചിട്ട് വേണം അവരുടെ ടീച്ചിങ്ങും റൈറ്റിങ്ങും ചെയ്യാനായിട്ട്. മോറൽ ആൻഡ് എത്തിക്കൽ കോഡ് ഫോളോ ചെയ്യണം, ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ആ ഇഷ്യൂസിനെ നോക്കിക്കാണുന്നതായിരിക്കും. നമ്മുടെ എഫേർട്ട് വെച്ചിട്ട് മാത്രമേ നമ്മൾ എന്തും റൈറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്ലേജറിസം ഈസ് കോപ്പിംഗ് അനദർ പേഴ്സൺസ് ടെക്സ്റ്റ് ഓർ ഐഡിയാസ് ആൻഡ് പാസിംഗ് ദ കോപ്പീഡ് മെറ്റീരിയൽ ആസ് യുവർ ഓൺ വർക്ക്. ഇനി പ്ലേജറിസം എന്ന് പറയുന്നത് അതായത് ആ ഒരു സോഴ്സ് മറ്റൊരു ഓതറിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഉള്ളതാണെങ്കിലും കോപ്പി ചെയ്യാനായിട്ട് ആ ഒരു ഓതർ സമ്മതിക്കുന്നുണ്ടെങ്കിലും സെൽഫ് പ്ലേജറിസം ഒന്നും തന്നെ അലോ ചെയ്യില്ല. എല്ലാം നമ്മൾ പ്ലേജറിസമായിട്ട് തന്നെ കാണും. സെൽഫ് പ്ലേജറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് നിങ്ങളുടെ തന്നെ നിങ്ങൾ മുൻപ് പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ഒന്നും ഇപ്പോൾ സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് സെൽഫ് പ്ലേജറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ഹോണസ്റ്റി എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ്. അൺഇൻറ്റൻഷനൽ, നമ്മൾ അറിയാണ്ട് ചെയ്യുന്നതായിരിക്കാം. ബ്ലേറ്റൻറ്റ്, അതായത് നമുക്ക് അറിയാം തെറ്റാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ടും നമ്മളത് ചെയ്യുന്നു. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് പ്രൂഫ് റീഡിങ്. പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ചെയ്യുന്നതാണ്. നമ്മൾ റീഡ് ചെയ്യിക്കുകയാണ്, അതൊരു റിവ്യൂവർ ആവാം, നമ്മുടെ ക്ലാസ്മേറ്റ് ആവാം. അപ്പം സ്പെല്ലിംഗ് ചെക്ക് ചെയ്യണം. സെൻറ്റൻസസ്, അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ടോ, ഫ്രേഗ്മെൻറ്റ് സെൻറ്റൻസസ് ആണോ എന്നൊക്കെ നോക്കണം. സ്റ്റൈൽ ഫോളോ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട്. പ്ലേജറിസം പാടില്ല. പാരഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തു, അതിന് ശേഷം അത് ബോഡി പാരഗ്രാഫ്സിലേക്കിട്ട് പോയി അവസാനം നമ്മൾ കൺക്ലൂഷനിൽ അത് റീസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.